സുരേഷ് ഗോപിക്കെതിരായ ടി.എൻ. പ്രതാപന്റെ പരാതിയിൽ കേസെടുക്കാതെ പോലീസ്. പ്രാഥമിക അന്വേഷണത്തിനുള്ള സമയപരിധി പൂർത്തിയായിട്ടും കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. നിയമോപദേശത്തിൽ വ്യക്തത തേടിയിരിക്കുകയാണ് പോലീസ്. സുരേഷ് ഗോപിയെ സഹായിക്കാനാണ് പോലീസിന്റെ നീക്കമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഓഗസ്റ്റ് 12-ന് ടി.എൻ. പ്രതാപൻ നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് അനുവദിച്ച സമയം 2 ആഴ്ചയാണ്. ഈ സമയപരിധി പിന്നിട്ടിട്ടും പരാതിയിൽ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സുരേഷ് ഗോപിയും കുടുംബവും ചട്ടം ലംഘിച്ച 11 വോട്ടുകൾ തൃശൂരിൽ ചേർത്തു എന്നാണ് ടി.എൻ. പ്രതാപന്റെ പരാതി. സുരേഷ് ഗോപി സമർപ്പിച്ച സത്യവാങ്മൂലം വ്യാജമാണെന്നും പ്രതാപൻ ആരോപിക്കുന്നു. കേസെടുക്കുന്ന കാര്യത്തിൽ നിയമോപദേശത്തിൽ വ്യക്തത തേടിയിരിക്കുകയാണ് പോലീസ്. 3 ദിവസത്തിനകം ഇക്കാര്യത്തിൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാകും. തുടർന്നാകും പോലീസിന്റെ നടപടി. ടി.എൻ. പ്രതാപന്റെ പരാതിയിൽ പറയുന്ന മിക്ക കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്നതാണ് പോലീസിനെ കുഴക്കുന്നത്. വോട്ട് ചേർക്കൽ, വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തുടങ്ങിയവയിൽ ഏതെല്ലാം കാര്യങ്ങളിൽ പോലീസിന്റെ ഇടപെടൽ സാധ്യമാകുമെന്ന കാര്യത്തിലാണ് വ്യക്തത വേണ്ടത്. പരാതിയിൽ നടപടി വൈകുന്നത് സുരേഷ് ഗോപിയെ സഹായിക്കാനാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് ബഹുമാന്യനായ മുൻ MP ആണ് അതിൽ പരാതി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി കാണുകയും തുടർ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത്. അത് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയായ നടപടിയല്ല. അതിനെതിരെയായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. നേരത്തെ മലപ്പുറം നഗരസഭയിൽ വ്യാജ വോട്ട് ചേർത്തു എന്ന പരാതിയിൽ 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. വ്യാജരേഖ നിർമ്മിച്ചതിനാണ് കേസ്. നഗരസഭാ സെക്രട്ടറിയുടെ പരാതിയിലായിരുന്നു നടപടി. മീഡിയ 1 തൃശൂർ.